فإن آمنوا بمثل ما آمنتم به فقد اهتدوا وإن تولوا فإنما هم في شقاق فسيكفيكهم الله وهو السميع العليم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരി സഹോദരന്മാരെ, വിശുദ്ധ ഖുർആന്റെ പാരായണം, ഖത്മുൽ ഖുർആൻ അഥവാ പൂർണ്ണമായിട്ടും പാരായണം ചെയ്ത് പഠിക്കുക എന്നുള്ള ആ ഒരു ഉദ്ദേശത്തോടു കൂടെയാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഇത് 10ാമത്തെ ക്ലാസ്സാണ്. 9 ക്ലാസ്സുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. 136 സൂറത്തുൽ ബഖറയുടെ 136 ആയത്തുകളാണ് കഴിഞ്ഞ ദിവസം നാം പാരായണം ചെയ്തത്. ഓരോ 9 ഭാഗങ്ങളിലായിട്ട് 9 പാർട്ടുകളിലായിട്ടാണ് പാരായണം ചെയ്തിട്ടുള്ളത്. അപ്പോൾ 9 ക്ലാസ് നമ്മുടെ ചാനലിൽ ഉണ്ടാവും. കാണാൻ ബാക്കിയുള്ള താല്പര്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോക്ക് താഴെയായിട്ട് നമ്മുടെ മദ്രസ ഖുർആൻ പഠന സഹായി എന്ന പേര് കാണാം. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്താൽ നേരെ മുകളിൽ തന്നെ ഹോം വീഡിയോ എന്ന് കാണാം. അറിയാത്ത ആളുകൾക്ക് വേണ്ടി, പ്രായമുള്ള ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അവരോട് അവർക്ക് വേണ്ടിയാണ് പറയുന്നത്. ഇൻഷാ അല്ലാഹ് താഴെ നമ്മുടെ ഈ ചാനലിന്റെ പേരവിടെ ഉണ്ടാവും, മദ്രസ ഖുർആൻ പഠന സഹായി എന്നുള്ളത്. അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നേരെ മുകളിലായിട്ട് ഹോം വീഡിയോ എന്ന് കാണാം. ആ വീഡിയോ എന്നുള്ളിടത്ത് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അത്ര വേറെ ഒന്നും ചെയ്യണ്ട. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ വീഡിയോകൾ, ഇതുവരെ നാം അപ്ലോഡ് ചെയ്ത വീഡിയോകൾ നമ്മുടെ യൂട്യൂബിലുള്ള നമ്മുടെ ക്ലാസ്സുകളൊക്കെ അതിലുണ്ടാവും. ഒന്ന് മേലോട്ട് ഇങ്ങനെ ഒന്ന് നീക്കി കൊടുത്താൽ മതി. കൈയോടൊന്നും ഇങ്ങനെ നീക്കി കൊടുത്താൽ അവിടെ ഇങ്ങനെ 1, 2, 3 ഇങ്ങനെ ആ വീഡിയോന്റെ നമ്പർ വരെ അവിടെ ഉണ്ടാവും. അപ്പം ഇൻഷാ അല്ലാഹ് ഓരോന്ന് നോക്കിയിട്ട് ആ ക്ലാസ്സുകളൊന്ന് കണ്ടാൽ മതി. കാണുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഫുള്ളായിട്ടുള്ള സ്ക്രീനിൽ കാണുക. അപ്പോൾ വലിയ അക്ഷരത്തിലായിട്ട് കാണുകയും ചെയ്യാം. അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാം. ഇൻഷാ അല്ലാഹ് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് അറിയിക്കുകയും ചെയ്യുക. കമന്റിലായിട്ട് ഒന്ന് അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഖുർആൻ ഗ്രൂപ്പിൽ അഥവാ പ്രായമുള്ള ആർക്കെങ്കിലും നമ്മുടെ വീഡിയോ, നമ്മൾ അയക്കുന്ന വീഡിയോകൾ ലഭിക്കണമെങ്കിൽ, അത് കിട്ടണമെങ്കിൽ അതിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പം ഇൻഷാ അല്ലാഹ് ആണുങ്ങൾക്ക് വേറെയും പെണ്ണുങ്ങൾക്ക് വേറെയും ഗ്രൂപ്പ് ഉണ്ട്. താഴെയുള്ള ആ നമ്പറിലോ അല്ലെങ്കിൽ ആ ലിങ്കിലോ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ആ ഒരു വാട്സപ്പിൽ എത്തുന്നതാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി വാട്സപ്പിൽ പറയുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമുക്ക് മനോഹരമായിട്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനും അതുപോലെ തന്നെ ഖുർആനൊക്കെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് നമ്മുടെയൊക്കെ ഈമാൻ സലാമത്തിലാകാനും അള്ളാഹു തആല നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. ഖുർആനിലായിക്കൊണ്ടുള്ള ജീവിതം നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فإن آمنوا بمثل ما آمنتم به فقد اهتدوا. فإن آمنوا സുക്കൂനുള്ള നൂനാണ്. ഫഇൻ വ്യക്തമാക്കണം, കാരണം ശേഷമുള്ളത് ഹംസയാണ്. സുക്കൂനുള്ള നൂന് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, സുക്കൂനുള്ള മീമ് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, സുക്കൂനുള്ള നൂനായാലും തൻവീനായാലും രണ്ടും ഒരുപോലെയുള്ള നിയമങ്ങളാണ്. അതുപോലെ തന്നെ സുക്കൂനുള്ള മീമാണെങ്കിൽ അത് വേറെ, മീമിന്റെ നിയമങ്ങൾ വേറെയാണ്. ഇത് രണ്ടും പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ ഇൻഷാ അല്ലാഹ് ഈ ക്ലാസ്സിലും പറയും. ഒന്ന് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം അല്ലെ, ഒന്ന് പറയണം. ഞാൻ പറയുന്നതിന് മുമ്പ് ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരണം ആ നിയമങ്ങളൊക്കെ. അത് ഓതുമ്പോൾ നമുക്കിങ്ങനെ അത് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. ഇൻഷാ അല്ലാഹ് അത് സാധിക്കും. നമ്മുടെ ഈ ക്ലാസ് അവസാനിക്കുന്നതോടുകൂടെ അത് എത്ര സമയം പിടിച്ചാലും വേണ്ടില്ല, അതിനൊക്കെ നമ്മളൊക്കെ തയ്യാറായിട്ട് ഇരിക്കുന്നവരാണ്. വിശുദ്ധ ഖുർആൻ മനോഹരമായിട്ട് ഇനി ഒന്നും തിരിയുന്നില്ല എങ്കിൽ പോലും നമ്മുടെ കൂടെ ഒന്ന് ഇങ്ങനെ ഓതിപ്പോവുകയാണെങ്കിൽ അൽഹംദുലില്ലാ, നമ്മൾ വിചാരിക്കാത്ത മാർഗത്തിലൂടെ നമുക്ക് ഖുർആൻ നമ്മിലേക്ക് എത്തിച്ച് ചേരുന്നതാണ്. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ഭാഗത്തു നിന്നുള്ള ശ്രമം ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പൊ സുക്കൂനുള്ള നൂനിന്റെയോ തൻവീനിന്റെയോ ശേഷം, ഇത് തുടക്കത്തിൽ തന്നെ പറയുന്നത്, പിന്നീട് നമുക്ക് എന്ത് ചെയ്യും, അത് നമുക്ക് ഓരോന്ന് പറയുമ്പോൾ അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. അപ്പൊ ചിലത് ഞാൻ പറയില്ല, അപ്പൊ അവിടെ ഇന്ന നിയമമായിരിക്കും എന്നുള്ളത് നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പൊ സുക്കൂനുള്ള നൂനിന്റെയോ തൻവീനിന്റെയോ ശേഷം
ബ വന്നാൽ നമ്മുടെ ചാർട്ടിലേക്ക് നോക്കുക. എല്ലാ ക്ലാസ്സിലും കാണിക്കുന്ന ആ ചാർട്ട് നമ്മുടെ മനസ്സിലുണ്ടായാൽ തന്നെ നമുക്ക് ഏകദേശം എപ്പോഴും ഓർമ്മയിൽ ഉണ്ടാവും. സുക്കൂനുള്ള നൂനിന്റെ ശേഷം അല്ലെങ്കിൽ തെൻവീനിന്റെ ശേഷം ബ വന്നാൽ അവിടെ ഇഖ്തിലാബാണ് ചെയ്യേണ്ടത്. അഥവാ നൂനിനെ തെൻവീനിനെ മാറ്റിയിട്ട് നമുക്ക് മീമാക്കി കൊടുക്കണം. അത്രയേ പണിയുള്ളൂ. നൂനിന് പകരം അവിടെ മീമ് വെച്ച് കൊടുക്കുക. ഓതുമ്പോൾ അവിടെ ഇങ്ങനെ ഇനി മാറ്റാൻ നിൽക്കണം. ആ ഖുർആനിൽ മാറ്റണം എന്നല്ല പറഞ്ഞത്. അത് ഓതുമ്പോൾ നമ്മൾ കൊണ്ടുവരണം, പാരായണത്തിൽ കൊണ്ടുവരണം. അതുപോലെ തന്നെ സുക്കൂണിലെ നൂനിന്റെയോ തെൻവീന്റെ ശേഷം ലാമോ റാഓ വന്നാൽ നൂന് തെൻവീൻ ഇത് രണ്ടും ഒഴിവാകും. ഉച്ചാരണത്തിൽ നൂനും തെൻവീനും ഉണ്ടാവുകയില്ല. പിന്നെ അടുത്ത ലാമിന് അല്ലെങ്കിൽ റായിന് അത് അക്ഷരം കട്ടി കൂടും എന്ന് പറഞ്ഞാൽ ഈ ഒഴിവാകുന്നില്ല. ആ നൂനിന് ലാമിലേക്ക് കൊടുക്കും അല്ലെ, അല്ലെങ്കിൽ നൂനിനെ റായിലേക്ക് കൊടുക്കും, അല്ലെങ്കിൽ തെൻവീനെ റായിലേക്ക് കൊടുക്കും. അപ്പൊ എന്ത് ചെയ്യും? അവിടെ നൂന് ഉച്ചാരണത്തിൽ വരില്ല. അപ്പൊ റാ എന്ത് ചെയ്യും? കട്ടി കൂടും. ലാമും അതുപോലെ തന്നെ കട്ടി കൂടും. അത്രയേ ഇപ്പൊ സംഭവിക്കുള്ളൂ. കൂട്ടി യോജിപ്പിക്കുക, മണിക്കാതെ കൂട്ടി യോജിപ്പിക്കുക. മണിക്കാതെ കൂട്ടി യോജിപ്പിക്കുന്നതിനാണ് ഇദ്ഗാമും ബിലാവും എന്ന് പറയാം. അപ്പൊ ബാ പറഞ്ഞു, ലാമും റാവും പറഞ്ഞു. നമുക്ക് ഉദാഹരണങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ആദ്യം തന്നെ പറയുന്നത് പെട്ടെന്ന് മനസ്സിലാക്കാനാണ്. അതുപോലെ തന്നെ സുക്കൂണിലെ നൂനിന്റെയും തെൻവീന്റെ ശേഷം നൗമി, നൂന്, വാവ്, മീമ്, യാ എന്നീ 4 അക്ഷരത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരക്ഷരം വന്നാൽ, നൗമി ഏതെങ്കിലും ഈ 4 അക്ഷരത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരക്ഷരം വന്നാൽ അവിടെ കൂട്ടി യോജിപ്പിക്കുകയും ചെയ്യണം, മണിക്കുകയും ചെയ്യണം. ഇദ്ഗാമും ബിലാവുന്നാണ് കൂട്ടി യോജിപ്പിച്ചാൽ മാത്രം മതി. ഇവിടെ മണിക്കുകയും ചെയ്യണം. അപ്പൊ അതിനായിട്ടുള്ള മാറ്റം എന്താണ്? ഇദ്ഗാമും ബിഗുന്നയും ഇദ്ഗാമും ബിലാവുന്നയും തമ്മിലുള്ള മാറ്റം എന്താ? ലാഹുന്ന, അവിടെ ഉന്നത്ത് പാടില്ല അല്ലേ. ബിഗുന്ന എന്ന് പറഞ്ഞാൽ ഇവിടെ മണിക്കുകയും ചെയ്യണം. അവിടെ മണിക്കാൻ പാടില്ല, ഇവിടെ മണിക്കണം. അതേപ്പോ മാറ്റുള്ളൂ. രണ്ടിലും കൂട്ടി യോജിപ്പിക്കലുണ്ട്. ഇവിടെ മണിക്കുകയും ചെയ്യുന്നു, അവിടെ മണിക്കുകയും ചെയ്യുന്നില്ല. അത്രയും മാറ്റം. ഇപ്പോ അക്ഷരം പറഞ്ഞു. ഇനി സുക്കൂനുള്ള നൂനിന്റെ ശേഷം 6 അക്ഷരം വന്നാൽ ഇദ്ഹാർ ചെയ്യണം. ഇദ്ഹാർ എന്ന് പറഞ്ഞാൽ വ്യക്തമാക്കണം. നൂനിനെ വ്യക്തമാക്കണം, തെൻവീനിനെ വ്യക്തമാക്കണം. 6 അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ഹംസ, ഹ, ഹ, ഖ, ഹംസ, ഹ, പിന്നെ ഹഉം ഖാഉം ഐനും ഐനും. ഈ 6 അക്ഷരങ്ങളാണ്. ഇവിടെ സുക്കൂനുള്ള നൂനിന്റെ ശേഷം ഈ പറയപ്പെട്ട 6 അക്ഷരത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു അക്ഷരമാണെങ്കിൽ അവിടെ ഈ നൂനിനെ വെളിവാക്കും, നൂനിനെ വ്യക്തമായി ഉച്ചരിക്കും. ഇപ്പൊ എത്രയായി? 7ഉം 6ഉം 13ആയി അല്ലേ. ഈ 13 അക്ഷരങ്ങൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അപ്പൊ ഈ 13 അക്ഷരങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ബാക്കിയുള്ള അക്ഷരങ്ങൾ മുഴുവനും ഇഖ്ഫാന്റെ അക്ഷരങ്ങളാണ്. അതിന് പഠിക്കണം എന്നില്ല. ബാക്കിയുള്ള ഈ പറയപ്പെടാത്ത അക്ഷരങ്ങൾ മുഴുവനും ഇഖ്ഫാന്റെ അക്ഷരങ്ങളാണ്. ഇഖ്ഫ എന്ന് പറഞ്ഞാൽ വ്യക്തമാക്കുകയും ചെയ്യുന്നില്ല, ഒഴിവാക്കുകയും ചെയ്യുന്നില്ല. അപ്പൊ മറച്ചിങ്ങനെ മണിക്കുക. അതുള്ളത് പോലെ തോന്നുകയും ചെയ്യണം. ഒഴിവാക്കിയിട്ടില്ല എന്നുള്ള ആ രൂപത്തിലും മുഴുവനായിട്ടും പൂർണ്ണമായിട്ടും പറഞ്ഞു എന്ന രൂപത്തിലും ആവരുത്. അതിനാണ് ഇഖ്ഫാ എന്ന് പറയും, മറച്ച് മണിക്കുക. അപ്പൊ ഓരോന്ന് നമുക്ക് സ്ഥലത്തുമ്പോ പറയാം. അപ്പൊ ഇവിടെ കേരള സുക്കൂണിലെ നൂന് വന്നു, ഹംസയാണ് ശേഷമുള്ളത്. അപ്പോ ഈ നൂനിനെ വ്യക്തമാക്കണം. ഇതാണ് ആ അക്ഷരത്തെ വ്യക്തമാക്കുക, അത്ര തന്നെ. ഇനിയും അക്ഷരത്തെ വ്യക്തമാക്കാതെ പറയുന്ന സ്ഥലമുണ്ട്, ഫൈൻ പോകുന്ന സ്ഥലമുണ്ട്, അല്ലേ. അപ്പൊ നൂന് വ്യക്തമായില്ല. അതിനാണ് വ്യക്തമായാൽ അതിന്റെ പേരാണ് ഇദ്ഹാർ. ഈ 6 അക്ഷരത്തിന്റെ സ്ഥലത്തെ വ്യക്തമാക്കാൻ പാടുള്ളൂ. ബാക്കിയുള്ള സ്ഥലത്തൊന്നും വ്യക്തമാക്കാൻ പാടില്ല. അപൂർവം ചില പദങ്ങളുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഫിദ്ദുനിയ അല്ലേ. അവിടെ നമ്മൾ വ്യക്തമാക്കണം എന്ന് പറഞ്ഞു. ശേഷമുള്ള യാ ആണ് ഫിദ്ദുനിയ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന അല്ലേ. അവിടെ എന്തുണ്ട്? ഫിദ്ദുനിയ. സുക്കൂണിലെ നൂനിന്റെ ശേഷം യാ ആണ് വന്നിട്ടുള്ളത്. അവിടെ നമ്മൾ വ്യക്തമാക്കി. അത് എന്താണ്? സാധാരണ നിയമവിരുദ്ധമായിട്ട് അങ്ങനെ തന്നെയാണ് ഓതേണ്ടത്. മനസ്സിലായില്ലേ? فإن آمنوا بمثل ما آمنتم. ഇവിടെയോ ആമൻതും ആമൻതു എന്ന് പറഞ്ഞിട്ടില്ല അല്ലേ. അങ്ങനെ പറയാനും പ്രയാസാണ്. ഓരോ അക്ഷരത്തിനും അതിന്റെ ശേഷമുള്ളത് നോക്കിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഈ നിയമങ്ങൾക്ക് മഹത്തുക്കൾ ഒക്കെ ക്രോഡീകരിച്ചു വെച്ചിട്ടുള്ളത്. അപ്പോ ആമൻതു, ആമന്
എന്ന് പറഞ്ഞുകൊണ്ട് ആമൻതു എന്ന് പറഞ്ഞുകൊണ്ട് നൂന് വ്യക്തമാക്കി പറയാൻ പറ്റില്ല. കാരണം ശേഷമുള്ളത് ത ആണ്. ത എന്തിന്റെ അക്ഷരമാണ്? ഇഖ്ഫാന്റെ അക്ഷരമാണ്. ഈ നമ്മൾ പറയപ്പെട്ട 13 അക്ഷരത്തിൽ പെട്ടതല്ല, ബാക്കി 15 അക്ഷരത്തിൽ പെട്ടതാണ്. 25 അക്ഷരമാണ് അറബിയിലുള്ളത്. എത്ര അക്ഷരമാണ്? അല്ല, 28 അക്ഷരമാണ് അറബിയിലുള്ളത്. അതിൽ 13 അക്ഷരം ഇപ്പൊ പറഞ്ഞു, ബാക്കി 15 അക്ഷരം അത് ഇഖ്ഫാന്റെ അക്ഷരമാണ്. അതിൽപ്പെട്ട ഒരു അക്ഷരമാണ് ത, അല്ലേ? അപ്പൊ ആമൻതും ബിഹി فقد اهتدوا وإن تولوا فإنما هم في شقاق وإن تولوا. അവിടെ കണ്ടില്ലേ? മീമിന്റെ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. ഇപ്പൊ സുക്കൂനുള്ള നൂനിന്റെ നമ്മുടെ മനസ്സിലുണ്ടല്ലോ അല്ലേ? സുക്കൂനുള്ള നൂനിന്റെയും തൻവീന്റെയും നമ്മുടെ മനസ്സിലുണ്ടാകണം. وإن تولوا ഇവിടെ അതിന് മുമ്പ് ഫഖദ് ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. ഫഖദ് ഇഹ്തദൗ അല്ലേ? ഫഖദ് കുട്ടി വായിക്കൽ ഇങ്ങനെ ഫഖദ് ഇഹ്തദൗ. അവിടെ വഖഫ് ചെയ്തു. ഫഖദ് ഇഹ്തദൗ. ഇനി വഖഫ് ചെയ്യുന്നില്ല എങ്കിൽ ഫഖദ് ഇഹ്തദൗ അല്ലേ? ഫഖദ് ഇഹ്തദൗ വഇൻ തവല്ലൗ. ആ വാവിനെ രണ്ടാമത്തെ വാവിലേക്ക് കൂട്ടി യോജിപ്പിച്ചു. ആദ്യത്തെ വാവിനെ രണ്ടാമത്തെ ഈ വാവിനെ വാവിലേക്ക് കൂട്ടി യോജിപ്പിച്ചു, അല്ലേ? ആ فقد اهتدوا وإن تولوا സുക്കൂനുള്ള നൂന് വന്നു, അതിന് ശേഷം ത ആണ് വന്നിട്ടുള്ളത്. അവിടെ എന്ത് ചെയ്യണം? ഇഖ്ഫാ ചെയ്യണം. എന്ത് ചെയ്യണം? നേരത്തെ പറഞ്ഞല്ലോ, ആമൻതും وإن تولوا فإنما هم ശദ്ദുള്ള നൂനാണ്. ശദ്ദുള്ള നൂന് എപ്പോഴും എന്ത് ചെയ്യണം? മണിക്കണം. فإنما هم في شقاق. വഖഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. അവസാനത്തെ അക്ഷരത്തിന് സുക്കൂന് തൊട്ട് മുമ്പുള്ളത് അലിഫ് ആണെങ്കിൽ, അല്ലെങ്കിൽ നീട്ടാനുള്ള യാ ആണെങ്കിൽ, അല്ലെങ്കിൽ നീട്ടാനുള്ള വാവ് ആണെങ്കിൽ, അലിഫ് യാ വാവ്, നീട്ടാനുള്ള അലിഫ് വാവ് യാ ഇവ വന്നാൽ അവസാനത്തെ അക്ഷരത്തിന്റെ തൊട്ട് മുമ്പുള്ള അക്ഷരം അത് നീട്ടാനുള്ള അക്ഷരമാകുമ്പോൾ അതിനെ അല്പം നീട്ടിയിട്ടാണ് വഖഫ് ചെയ്യേണ്ടത്. മദ് ആരിദ് എന്ന് പറയും. പുതിയൊരു മദ് ഉണ്ടാവുകയും ചെയ്യുന്നു. അത് വഖഫ് ചെയ്യുമ്പോഴേ ഈ മദ് ഉണ്ടാവുകയുള്ളൂ, ഇല്ലെങ്കിൽ ആ മദ് ഉണ്ടാവുകയില്ല. വഖഫ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഈ പുതിയൊരു മദ്ദിന് മദ് ആരിദ് എന്ന് പറയും. فإنما هم في شقاق. അവിടെ വഖഫ് ചെയ്യുന്നില്ല എങ്കിലോ فإنما هم في شقاق فسيكفيكهم الله فسيكفيكهم الله فسيكفيكهم الله. അവിടെ വഖഫ് ചെയ്തു അല്ലാഹ്. فسيكفيكهم الله وهو السميع العليم. നമുക്കൊന്ന് ഓതി നോക്കാം. فإن آمنوا بمثل ما آمنتم به فقد اهتدوا وإن تولوا فإنما هم في شقاق فسيكفيكهم الله وهو السميع العليم. 138-ാമത്തെ ആയത്ത്, 137-ാമത്തെ ആയത്താണ് നാം ഇപ്പോൾ ഓതിയത്. ഈ 138-ാമത്തെ ആയത്ത്. صبغة الله ومن أحسن من الله صبغة ونحن له عابدون. صبغة الله ومن أحسن അവിടെ വഖഫ് ചെയ്തു, അല്ലേ? നൂനിന് സുക്കൂന് കൊടുത്തു. അതുപോലെ തന്നെ
വമൻ അഹ്സൻ സുക്കൂനുള്ള നൂനിന്റെ ശേഷം ഹംസ വന്നു, ഇവിടെ ഇൽഹാർ ചെയ്യണം. വമൻ അല്ലേ, വമൻ എന്ന് വ്യക്തമാക്കി പറയാം, അതാണ് ഇൽഹാർ. വമൻ അവിടെ ഇൽഹാറിന്റെ സ്ഥലം പ്രത്യേകം നൂന് സുക്കൂനായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ടാവും. അവിടെ എന്ത് ചെയ്താമേ അതുപോലെ ഒന്ന് ഓതിയാ മതി. വമൻ അഹ്സനു മിനല്ലാഹി സിബ്റ, അവിടെ വഖഫ് ചെയ്യുന്നു അല്ലേ, ആ ഒരു താഹ്, ആ താഹിനെ വഖഫ് ചെയ്യുമ്പോൾ സിബ്റ എന്ന ആ ഒരു രീതിയിലാണ് വഖഫ് ചെയ്യേണ്ടത്. വനഹ്നു ലഹു ആബിദൂൻ സിബ്ഗതല്ലാഹി വമൻ അഹ്സനു മിനല്ലാഹി സിബ്ഗതൻ വനഹ്നു ലഹു ആബിദൂൻ. വഖഫ് ചെയ്തു. നൂനിന് സുക്കൂന് തൊട്ട് മുമ്പുള്ളത് നീട്ടാനുള്ള വാവായതുകൊണ്ട് അതുകൊണ്ടാണ് കൂടുതൽ നീട്ടിയത്. മദ് ആരിദ് വന്നത് കൊണ്ടാണ്. വഖഫ് ചെയ്യുമ്പോൾ മദ് ആരിദ് വരും എന്ന് പറഞ്ഞല്ലോ. ആബിദൂൻ, ആ എന്നല്ല, ആബിദൂൻ. ഐന് എന്ന് പറഞ്ഞ സ്ഥലം, ഐനിന്റെ സ്ഥലം എവിടെയാണ്? ഹൽഖിന്റെ തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്നാണ്. ഇനി 139 ആയത്ത്. ഖുൽ അതുഹജ്ജൂനനാ ഫില്ലാഹ്, ഖുൽ അതുഹജ്ജൂനനാ ഫില്ലാഹ്, ഖുൽ അതുഹജ്ജൂനനാ ഫില്ലാഹ്, അതുഹജ്ജൂനനാ ഫില്ലാഹ്, ഫില്ലാഹ്. ഇവിടെ അതുഹജ്ജു ല്ലേ, എന്ത് കാരണം? മദ്ദക്ഷരത്തിന് ശേഷം അതുഹ എന്ന മദ്ദക്ഷരത്തിന് ശേഷം ഷദ്ദുള്ള അക്ഷരം വരുന്ന സ്ഥലത്തൊക്കെ മദ് ലാസിം വരുന്നതാണ്. മദ് ലാസിം, മദ് ലാസിം. ഉൽ അതുഹ ഇങ്ങനെയുള്ള മദ്ദക്ഷരത്തിന് ശേഷം സുക്കൂനാണ് വരുന്നതെങ്കിൽ എന്താ, എങ്ങനെയാണ്? മദ്ദക്ഷരത്തിന് ശേഷം, മദ്ദക്ഷരം എന്ന് പറഞ്ഞാൽ അലിഫ് വാവ് യാ, നീട്ടാനുള്ള അലിഫ് വാവ് യാ അല്ലേ, നീട്ടാൻ ഉപയോഗിക്കുന്ന അക്ഷരത്തിന് ശേഷം സുക്കൂനുള്ള അക്ഷരം വരിക എന്നുള്ളതാണ്. ഇവിടെ സുക്കൂൻ ഉണ്ടോ? ഒറ്റ നോട്ടത്തിൽ ഇല്ല, എങ്കിലും സുക്കൂനുണ്ട് അല്ലേ. അപ്പം മദ് ലാസിമ് ഇവിടേക്ക് വരുന്നുണ്ട്, ഇവിടെ മാത്രമാണോ? നൂൻ, ആ സ്ഥിരമായ നൂൻ. നൂൻ, ഖാഫ്, മറ്റുള്ള ഹർഫുകളൊക്കെ അതുപോലെ തന്നെയാണ്. ആ മീമാണ് അല്ലേ. മദ്ദക്ഷരത്തിന് ശേഷം സ്ഥിരമായിട്ട് സുക്കൂന് വരിക, ഇങ്ങനെയുള്ള സ്ഥലത്ത് മദ് ലാസിമ് വരുന്നതാണ്. വലല്ലാലീൻ, ഇവിടെയോ മദ്ദക്ഷരം ലോ, പിന്നീട് ലാമിന് ശബ്ദാണ് അല്ലേ. അതുഹജ്ജു കാഫ, ഇവിടെ എന്താണ്? മദ്ദക്ഷരത്തിന് ശേഷം സുക്കൂന് വരുന്നുണ്ട്. ഇവിടെ എന്താ മദ്ദക്ഷരം എന്ന് പറഞ്ഞാൽ എന്താ? ബ പ്ലസ് ബ, ബ പ്ലസ് ബ എന്നുള്ളതാണ് ബ. ജി പ്ലസ് ജ എന്നുള്ളതാണ് ജ അല്ലേ. ജു പ്ലസ് ജി പ്ലസ് ജു, ജു അല്ലേ. ജി പ്ലസ് ജി, ജി. അതാണ് ഷദ് എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യത്തെ അക്ഷരം. ഈ ഷദ് എന്ന് പറഞ്ഞാൽ രണ്ട് ഇരട്ടിയായ അക്ഷരം എന്നാണല്ലോ. ഷദ്ദുൽ അക്ഷരം എന്ന് പറഞ്ഞാൽ ആ അക്ഷരത്തെ ഇരട്ടിയായി ഉച്ചരിക്കുക എന്നുള്ള, രണ്ട് ഡബിളാക്കി ഉച്ചരിക്കുക എന്നാണ്. ഡബിളാക്കി ഉച്ചരിക്കുകയാണെങ്കിൽ ബ പ്ലസ് ബ, ബ അല്ലേ. ത് പ്ലസ് ത, ത. ഇതാണെന്തേ, ഇങ്ങനെയാണ്. പ്ലസ് പ, പ. ഇതാണെന്തേ ആ പിന്നെ ഷദ് കൊണ്ടുള്ള ഉദ്ദേശം. അപ്പൊ ഇവിടെ മദ്ദക്ഷരത്തിന് ശേഷം സ്ഥിരമായിട്ട് സുക്കൂന് വന്നു, അതുകൊണ്ടാണ് മദ് ലാസിമ് വരുന്നത്. ഇവിടെ മദ് ഉണ്ട്, ആ മദ് നമ്മൾ എന്ത് ചെയ്യണം? നീട്ടിയിട്ട് തന്നെയാണ്. ഖുൽ അതുഹജ്ജൂനനാ ഫില്ലാഹ്, ഫില്ലാഹ്. അവിടെ മദ് ആരിദ് വരുന്നു. വഹുവ റബ്ബുനാ വറബ്ബുക്കും വലനാ അഅ്മാലുനാ വലക്കും അഅ്മാലുക്കും വനഹ്നു ലഹു മുഖ്ലിസൂൻ. വനഹ്നു ലഹു, ഹു എന്ന് നീട്ടണം. കാരണം ആ തൊട്ട് മുമ്പുള്ള അക്ഷരവും തൊട്ട് ശേഷമുള്ള അക്ഷരം ഹു എന്നതിന് തൊട്ട് മുമ്പില്ല എന്നുള്ളതാണ്, തൊട്ട് ശേഷമുള്ളത് മു എന്നുള്ളതാണ്. രണ്ടിനും സുക്കൂനില്ല. സുക്കൂൻ ഉണ്ടെങ്കിൽ നീട്ടുകയില്ല. ഇവിടെ സുക്കൂൻ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ സുക്കൂൻ ഇല്ലാത്തതുകൊണ്ട് അല്പം സാധാരണ നീട്ടുന്നത് പോലെ ലഹു മുഖ്ലിസൂൻ, ചെറിയൊരു വാവ് അതിന്റെ ചിഹ്നം കൊടുത്ത് നീട്ടാനുള്ളത് എന്ന് അറിയിക്കാൻ വേണ്ടിയാണ്.
139 ആയത്ത് അല്ലേ? ഒന്നുകൂടി ഒന്ന് നോക്കാം. ഖുൽ അതുഹജ്ജൂനനാ ഫില്ലാഹി വഹുവ റബ്ബുനാ വറബ്ബുക്കും വലനാ അഅമാലുനാ വലക്കും അഅമാലുക്കും വനഹ്നു ലഹു മുഖ്ലിസൂൻ. 140. أم تقولون إن إبراهيم وإسماعيل وإسحاق ويعقوب അവിടെ വഖഫ് ചെയ്തപ്പോൾ മദ്ദ ആരിദ് വന്നു. വയഅഖൂബ് വഇസ്ഹാഖ് അവിടെയാണ് വഖഫ് ചെയ്തതെങ്കിൽ വഇസ്മാഈല വഇസ്ഹാഖ് ഇന്ന ഇബ്രാഹീമ വഇസ്മാഈൽ ഇന്ന ഇബ്രാഹീമ വഇസ്മാഈൽ അവിടൊക്കെ വഖഫ് ചെയ്യുമ്പോൾ മദ്ദ ആരിദ് വരുന്നതാണ്. അം തഖൂലൂന ഇന്ന ഇബ്രാഹീമ വഇസ്മാഈല വഇസ്ഹാഖ വയഅഖൂബ് ويعقوب والأسباط كانوا هودا أو نصارى تنوين ശേഷം ഹംസ ഒന്ന് ഇദ്ഹാർ ചെയ്യണം. വയഅഖൂബ വല്ലസ്ബാത കാനൂ അവിടെയാണ് വഖഫ് ചെയ്യുന്നതെങ്കിൽ നീട്ടാനുള്ള സ്ഥലത്ത് വഖഫ് ചെയ്യുന്ന സ്ഥലത്ത് കാനൂ എന്ന് തന്നെയാണ് വഖഫ് ചെയ്യേണ്ടത്. കാനൂ. അതുപോലെ തന്നെ തൻവീൻ ഫത്ഹ് ആണ് വരുന്നതെങ്കിൽ അവിടെയും ആ ഒരു ഫത്ഹ് കൊടുത്തിട്ടാണ് വഖഫ് ചെയ്യേണ്ടത്. ഫത്ഹ് കൊടുത്തിട്ട് തൻവീൻ ഫത്ഹുള്ള സ്ഥലത്ത് ഫത്ഹ് കൊടുത്തിട്ടാണ് വഖഫ് ചെയ്യേണ്ടത്. ആ സ്ഥലത്ത് നമുക്ക് ഇവിടെ കാനൂ ഹൂദൻ എന്നുള്ളതോട്ട് വഖഫ് ചെയ്യുകയാണെങ്കിൽ കാനൂ ഹൂദ തൻവീൻ ഫത്ഹും നീട്ടാനുള്ള സ്ഥലത്തും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വഖഫ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള സ്ഥലത്ത് മുഴുവനും അക്ഷരത്തിന് അവസാനത്തെ അക്ഷരത്തിന് സുക്കൂനാണ് കൊടുക്കേണ്ടത്. വല്ലസ്ബാത്ത് കാനൂ അവിടെ എന്നുള്ളിടത്ത് വഖഫ് ചെയ്തു സുക്കൂൻ കൊടുത്തു. കാനൂ ഹൂദൻ ഔ നസ്വാറ അവിടെ നീട്ടാനുണ്ട് അല്ലേ? ഖുൽ അഅൻതും അവിടെ വഖഫ് ചെയ്തു സുക്കൂൻ കൊടുത്തു. സുക്കൂൻ തന്നെ ഉള്ളത്. അഅലമു അഅൻതും അഅലം അവിടെ വഖഫ് ചെയ്തു. മീമിന് ലമ്മാണ്. വഖഫ് ചെയ്തപ്പോൾ സുക്കൂൻ കൊടുത്തു. അഅൻതും അഅലമു അമില്ലാഹ് അവിടെ നീട്ടാനുണ്ട് അല്ലേ? അവിടെ ഹായിന് സുക്കൂൻ കൊടുത്തു. അമില്ലാഹ് ല്ലേ? അമില്ലാഹ് നീട്ടാനുണ്ട്. മദ്ദ ആരിദാണ്. ومن أظلم ممن كتم شهادة عنده من الله ممن ശദ്ദുള്ള മീമൻ മിമ്മൻ എന്ന് വഖഫ് ചെയ്തപ്പോഴാണ് അവിടെ നൂനിന് വെളിവായത്. കാരണം സുക്കൂൻ കൊടുത്തിട്ടാണ് വഖഫ് ചെയ്യേണ്ടത്. വഖഫ് ചെയ്യുമ്പോൾ പിന്നെ അത് കഴിഞ്ഞു. പിന്നെ കതമ ഷഹാദത്തൻ എന്ന് ഓതാണെങ്കിൽ പിന്നെ അവിടെ ഇഖ്ഫ വരുന്നില്ല, അല്ലെങ്കിൽ ഇഖ്ഫ വരും. മിമ്മൻ കതമ ഷഹാദത്തൻ ഇൻദഹു മിനല്ലാഹ് മിമ്മ ശദ്ദുള്ള മീം മണിക്കണം. മിമ്മൻ കതമ ഷഹാദത്തൻ ഇൻദഹു മിനല്ലാഹ് وما الله بغافل عما تعملون. وما الله بغافل തൻവീനാണ്. തൻവീന് ശേഷം ഐന് വന്നു. بغافل عما تعملون. ഓതി നോക്കാം. أم تقولون إن إبراهيم وإسماعيل وإسحاق ويعقوب والأسباط كانوا هودا أو نصارى قل أأنتم أعلم أم الله ومن أظلم ممن كتم شهادة عنده من الله
وما الله بغافل عما تعملون تلك أمة قد خلت شد الله ميم മണിക്കണം أمة إخفاء قافان ശേഷമുള്ള أمة قد خلت لها ما كسبت ولكم ما كسبتم. ഇവിടെ ഇനി നമുക്ക് നോക്കിയ പിന്നെ സുക്കൂണുള്ള മീമിന്റെ നിയമങ്ങൾ എന്ന് പറയാം. സുക്കൂണുള്ള മീമിന്റെ നിയമങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരണം. മീമിന്റെ ശേഷം മീമാണ് വന്നതെങ്കിൽ ഇദ്ഗാമും ബിഗുന്ന കൂട്ടി യോജിപ്പിക്കുക, മണിക്കുക. വലക്കും വലക്കും കസബ്തും കസബ്തും വലക്കും കസബ്തും. സുക്കൂണുള്ള മീമിന്റെ ശേഷം മീം വന്നാൽ ഇദ്ഗാം ഒറ്റ മീമായിട്ട് വെച്ചിരിക്കുക. നേരെ ആദ്യത്തെ മീമിന് രണ്ടാമത്തെ മീമിലേക്ക് കൊടുക്കുക, ഇദ്ഗാം, എന്നിട്ട് എന്ത് ചെയ്യുക, മണിക്കും ചെയ്യുക. വലക്കും 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 മാന്നല്ല വലക്കും കസബ്തും കസബ്തും. ഇനി സുക്കൂണുള്ള മീമിന്റെ ശേഷം ബ വന്നാൽ ഇഖ്ഫാ ചെയ്യണം, മറച്ച് മണിക്കണം. അതിന്റെ സ്ഥലത്തുമ്പോൾ നമുക്ക് പറയാം. ബാക്കിയുള്ള 26 അക്ഷരങ്ങൾ, 28 അക്ഷരങ്ങളാണുള്ളത് അറബിയിൽ. മീമും ബാവും പറഞ്ഞു, ബാക്കി ആ മീമും ബാവും പോയാൽ 26 അക്ഷരങ്ങളാണുള്ളത്. ആ 26 അക്ഷരത്തിൽ ഏതക്ഷരം വന്നാലും സുക്കൂണുള്ള മീമിന്റെ ശേഷം ഏതക്ഷരം വന്നാലും ആ മീമിനെ വ്യക്തമാക്കി വെളിവാക്കി ഉച്ചരിക്കണം. ശേഷമുള്ള അക്ഷരം നോക്കിയിട്ടാണ് മീമിനെ വെളിവാക്കേണ്ടത്. വലക്കും കസബ്തും അവിടെ വഖഫ് ചെയ്തു. ഇനി നോക്കണ്ട, വഖഫ് ചെയ്യുന്നില്ല എങ്കിൽ ശേഷമുള്ള അക്ഷരം വാവാണ്. അപ്പോ ഇദ്ഹാർ ചെയ്യണം. വലക്കും കസബ്തും വലാ തുസ്അലൂന അമ്മാ കാനൂ യഅമലൂൻ. വലക്കും കസബ്തും കസബ്തും എന്ന് പറഞ്ഞതിന് ശേഷം ചുണ്ടുവായ പൊട്ടുക, എന്നിട്ട് വലാ തുസ്. അവിടെ നിർത്തണ്ട, നിർത്താതെ ഇങ്ങനെ പോവുകയാണെങ്കിൽ, നിർത്തിയാൽ പിന്നെ പ്രശ്നമില്ല. നിർത്താതെ പോവുകയാണെങ്കിൽ വലക്കും കസബ്തും വലക്കും കസബ്തും വലാ തുസ്അലൂൻ. വലക്കും കസബ്തും വലാ തുസ്അലൂന അമ്മാ കാനൂ യഅമലൂൻ. തുസ്അലൂന അമ്മാ ഐനാണ് മറ്റത്. ഓതി നോക്കുക. തിൽക ഉമ്മത്തുൻ ഖദ് ഖലത് ലഹാ മാ കസബത് വലക്കും മാ കസബ്തും വലാ തുസ്അലൂന അമ്മാ ولا تسألون عما كانوا يعملون. تلك أمة قد خلت تلك أمة قد خلت لها ما كسبت ولكم ما كسبتم ولا تسألون عما كانوا يعملون. വഖഫ് ചെയ്ത് മദ്ദ ആരിദ് വന്നു 142. سيقول السفهاء من الناس سيقول السفهاء من الناس ما ولاهم عن قبلتهم التي كانوا عليها. سيقول السفهاء من الناس ما ولاهم عن قبلتهم ما ولاهم. വ്യക്തമാക്കി. അയിനാണ് അല്ലേ, മീമും ബാവും അല്ല, സുക്കൂണുള്ള മീമിന്റെ നിയമമാണ് നോക്കേണ്ടത്. മാ വല്ലാഹും അൻ ഖിബ്ലതിഹിമുല്ലതി കാനൂ അലൈഹാ. അവിടെ വഖഫ് ചെയ്യുക, അലൈഹ നീട്ടാനുള്ളതാണ്. അൻ ഖിബ്ലതിഹിമുല്ലതി ما ولاهم عن قبلتهم التي كانوا عليها. قل لله المشرق والمغرب قل لله المشرق والمغرب يهدي من يشاء إلى صراط مستقيم.
سيقول السفهاء من الناس ما ولاهم عن قبلتهم التي كانوا عليها قل لله المشرق والمغرب يهدي من يشاء إلى صراط مستقيم. 143 وكذلك جعلناكم أمة وسطا لتكونوا لتكونوا شهداء على الناس وكذلك جعلناكم أمة وسطا لتكونوا شهداء على الناس ويكون الرسول عليكم شهيدا. അതിന് മുമ്പ് വസതല്ലി തൻവീന് ശേഷം ലാമ് വന്നു, ഇദ്ഗാമും ബിലാവുന്ന. വസതല്ലി ലാമിന് കട്ടി കൊടുത്താൽ മതി, വേറൊന്നും ചെയ്യണ്ട. വസതൻ എന്ന് പറയരുത്, വസതല്ലി. തൻവീൻ ഒഴിവാകും എന്ന് പറഞ്ഞാൽ ഒഴിവാകുന്നതാണ്. ലാമിലേക്ക് കൊടുക്കുമ്പോൾ ഈ ത്വായിൽ നിന്ന് തൻവീൻ ഒഴിവാകുന്നതാണ്. വസതൻ ലിതകൂനൂ ശുഹദാഅ അലന്നാസി വയകൂന റസൂലു അലൈക്കും ഷഹീദാ. മീമിന്റെ ശേഷം ഷീൻ വന്ന് പിന്നെ ഇദ്ഹാർ ചെയ്യണം, മീമിന്റെ നിയമമാണ്. وما جعلنا القبلة التي كنت عليها إلا لنعلم من يتبع الرسول وما جعلنا القبلة കൂട്ടി വായിക്കേണ്ടത് وما جعلنا القبلة التي വസ്ലിന്റെ ഹംസ അത് ചേർത്തി വായിക്കുമ്പോൾ ഉച്ചരിക്കുകയില്ല. വമാ ജഅൽനൽ ഖിബ്ല എന്ന് വഖഫ് ചെയ്തു. ഇനി ഓതുമ്പോൾ അല്ലതി വസ്ലിന്റെ ഹംസ തുടക്കത്തിൽ വരുമ്പോൾ അത് നമ്മൾ തുടക്കം എന്ന് പറഞ്ഞാൽ വഖഫ് ചെയ്ത് ഇനി തുടങ്ങുകയാണ് അല്ലേ. അപ്പോൾ ഓതുമ്പോൾ അലിഫും ലാമും വരികയാണെങ്കിൽ വസ്ലിന്റെ ഹംസക്ക് ആ എന്നാണ് കൊടുക്കേണ്ടത്. അല്ലതി കുൻത അലൈഹാ ഇല്ലാ ലിനഅലമ മൻ യത്തബിഉർ റസൂൽ അതിന് മുമ്പ് കുന്ത അലൈഹ ഇഖ്ഫ ചെയ്യണം. അവിടെ വഖഫ് ചെയ്തു, കുന്ത അലൈഹ വഖഫ് ചെയ്തു. വഖഫ് ചെയ്യുന്നില്ല എങ്കിൽ ആ മദ് അവിടെ വരും. കുന്ത അലൈഹ ഇല്ലാ ലിനഅലമ മൻ യത്തബിഉർ റസൂൽ من يتبع الرسول ممن ينقلب على عقبيه. അവിടെ വഖഫ് ചെയ്യുമ്പോൾ മദ്ദലീനും വരുന്നുണ്ട്. മദ്ദലീനും മദ്ദ ആരിലും പ്രത്യേകം ശ്രദ്ധിക്കുക. വഖഫ് ചെയ്യുമ്പോൾ അലാ അഖിബൈഹി ഹാഇന് സുക്കൂന് തൊട്ട് മുമ്പുള്ളത് യാ, അതിന് മുമ്പ് ഫത്ഹ ആവുകയും ബ അല്ലേ. അതിനുശേഷം അല്ലേ ഹി എന്നതിന് സുക്കൂൻ കൊടുത്തു, തൊട്ട് മുമ്പ് യാഇന് സുക്കൂൻ ഉണ്ടാവുകയും അതിന് തൊട്ട് മുമ്പ് ബ അതിന് ഫത്ത് ബ ആയിക്കോട്ടെ വേറെ ഏതെങ്കിലും അക്ഷരം ആയിക്കോട്ടെ അവിടെ ഫത്ത് ആണെങ്കിൽ അലാ അഖിബൈഹി ലഇലാഫി ഖുറൈശ് ഇലാഫിഹിം റിഹ്ലതശ് ശിതാഇ വസ്സൈഫ് അവിടെ വരുന്നുണ്ടല്ലോ ഖുറൈശ്. അത് ലീനാണ്. وإن كانت لكبيرة إلا على الذين هدى الله وما كان الله ليضيع إيمانكم إن الله بالناس لرؤوف رحيم. ഒന്നുകൂടെ وكذلك جعلناكم أمة وسطا لتكونوا شهداء على الناس ويكون الرسول عليكم شهيدا وما جعلنا القبلة التي كنت عليها إلا لنعلم من يتبع الرسول ممن ينقلب على عقبيه وإن كانت لكبيرة إلا على الذين هدى الله
വമാ കാന അല്ലാഹു ലിയുളിയ ഈമാനകും ഇന്നല്ലാഹ ബിന്നാസി ലറഊഫുർ റഹീം. 144 ആയത്തിന്റെ അവസാനം നോക്കിയിട്ടാണ് ആയത്തിന്റെ എണ്ണം നോക്കൽ. 133 ഇവിടെ കാണിക്കുന്നുണ്ടല്ലോ, അത് ഓതിയ ആയത്തിന്റെ അവസാനമാണ് അല്ലേ. അപ്പൊ 133 ആയത്താണ് ഓതി കഴിഞ്ഞ്. ഇനി 134 അല്ല 143 ഇനി 144 ആയത്താണ്. ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാഅ്. قد نرى تقلب وجهك في السماء. വഖഫ് ചെയ്തു ഫിസ്സമാ. വഖഫ് ചെയ്താലും ഇല്ലെങ്കിലും അവിടെ മദ് മുത്തസ്സിലാണ്. قد نرى تقلب وجهك في السماء فلنولينك قبلة ترضاها قبلة ترضاها فلنولينك قبلة ترضاها فول وجهك شطر المسجد الحرام. مسجد الحرام അവിടെ ജി എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് സീനിന്റെ ശേഷമാകുമ്പോൾ അവിടെയൊക്കെ ജി എന്നുള്ളത് ചി എന്നാകാൻ സാധ്യതയുണ്ട്. മലയാളത്തിലുള്ള ച എന്നുണ്ടല്ലോ, ചി, അതാകാൻ സാധ്യതയുണ്ട്. വളരെയധികം ശ്രദ്ധിക്കണം. ഒന്ന് ഓതി നോക്കിയാൽ തന്നെ നമുക്ക് തിരിയും. ഫവല്ലി അത് മാറ്റണം. അത് എന്ത് ചെയ്യണം? ചി എന്നല്ല ജി. ജി ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം وحيث ما كنتم فولوا وجوهكم شطره وإن الذين أوتوا الكتاب ليعلمون أنه الحق من ربهم وما الله بغافل عما يعملون. قد نرى تقلب وجهك في السماء فلنولينك قبلة ترضاها فول وجهك شطر المسجد الحرام وحيث ما كنتم فولوا وجوهكم شطره وإن الذين أوتوا الكتاب ليعلمون أنه الحق من ربهم وما الله بغافل عما يعملون. 145 ولئن أتيت الذين ولئن ഇദ്ഹാർ ചെയ്തു. ശേഷമുള്ളത് ഹംസയാണ്. ശേഷമുള്ളത് ഹംസയായതുകൊണ്ട് ഇദ്ഹാർ ചെയ്തു. ولئن أتيت الذين أوتوا الكتاب بكل آية ما تبعوا قبلتك. നമ്മളിങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ അതിങ്ങനെ ഓതിപ്പോവുക, അതാണ് ഏറ്റവും നല്ലത്. എവിടെയാണ് വഖഫ് ചെയ്യേണ്ട സ്ഥലത്ത് മാത്രം നമ്മൾ വഖഫ് ചെയ്താൽ മതി. ശ്വാസം കിട്ടാത്ത ഒരാളെ സംബന്ധിച്ച് എവിടെയാണെങ്കിലും വഖഫ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വലഇൻ അതൈത الذين أوتوا الكتاب بكل آية ما تبعوا قبلتك. അപ്പോൾ ഈ രൂപത്തിൽ എന്ത് ചെയ്യുക? ഓതുക. എങ്ങനെ ഓതിയാലും നീയാം ഒന്ന് എടുത്തു ഓതുക. വഖഫല്ലാത്ത സ്ഥലത്തൊക്കെ നീയാ. നമ്മൾ സാധാരണക്കാരായ ആളുകൾക്ക് ഒന്നും കൂടി വഖഫിന്റെ അടയാളങ്ങളാണല്ലോ ജീമ്, ഖില, സില, ഇതൊക്കെ എന്താണ്? ഓരോന്നിനും ഓരോ നിയമങ്ങൾ. നമുക്ക് എന്ത് ചെയ്യാം? അതൊന്നും നമ്മളിപ്പോ ഇതുവരെ പറഞ്ഞിട്ടില്ല. നമുക്ക് എന്ത് ചെയ്യാം? വിശദമായിട്ട് പിന്നീട് പറയാം. ഏതായാലും ഒരാൾ വിശുദ്ധ ഖുർആൻ ഒന്നായിട്ട് തുടക്കം ഫാത്തിഹ മുതൽ സൂറത്തുൻ നാസ് വരെ ഒറ്റ ശ്വാസത്തിൽ ഒരാൾ ഓതുകയാണെങ്കിൽ, ഓതാൻ പറ്റോ ഇല്ലത് പിന്നെ ശ്വാസം കിട്ടോ ഇല്ല എന്നുള്ള വേറൊരു വിഷയമാണ്. അങ്ങനെ ഒരാൾ ഓതുകയാണെങ്കിൽ അതിനൊന്നും ഒരു തടസ്സവും ഇല്ല. അങ്ങനെ ഓതുന്നതിന് തടസ്സമൊന്നും ഇല്ല. മനസ്സിലായില്ലേ? ഒരാൾ ഒറ്റ ശ്വാസത്തിന് ഒരു സൂറത്തൊന്നായിട്ട് ഖുർആൻ ഒന്നായിട്ട് ഓതാണെങ്കിൽ അപ്പം എന്ത് ചെയ്യാ? ഈ ജീമുള്ള സ്ഥലത്ത് നിർത്തണം എന്നുള്ള അതില്ല, പിന്നെ നിർബന്ധമൊന്നുമില്ല.
അവിടെ നിർത്താത്തത് കൊണ്ട് എന്തില്ല, നമുക്ക് അതിന്റെ ശിക്ഷയോ കാര്യങ്ങളൊന്നുമില്ല. എങ്കിലും ആ ചിഹ്നങ്ങളൊക്കെ എന്ത് ചെയ്യാ, നല്ലത് അവിടെ നിർത്തലാണ്. അപ്പൊ എന്ത് ചെയ്യാ, ആ ചിഹ്നങ്ങളൊക്കെ ചില സ്ഥലത്ത് നിർത്താതിരിക്കലാണ് നല്ലത്. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കണം. ആ ചിഹ്നങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പിന്നീട് നമുക്ക് പറയാം. وَلَئِنْ أَتَيْتَ الَّذِينَ أُوتُوا الْكِتَابَ بِكُلِّ آيَةٍ مَا تَبِعُوا قِبْلَتَكَ وَمَا أَنْتَ بِتَابِعٍ قِبْلَتَهُمْ وَمَا بَعْضُهُمْ بِتَابِعٍ. ഇവിടെയാണ് നേരത്തെ പറഞ്ഞത് വമാ ബഅ്ദുഹും ബിതാബിഅ. മീമിന്റെ നിയമം രണ്ടെണ്ണം ഉദാഹരണം പറഞ്ഞിരുന്നു. മീമിന് ശേഷം മീം വന്നാൽ, മീമിന് ശേഷം ബ വന്നാൽ, മീമിന് ശേഷം മീം വന്നതിന് ഉദാഹരണം പറഞ്ഞു. മീമിന് ശേഷം മറ്റുള്ള അക്ഷരങ്ങളിൽപ്പെട്ട ചില അക്ഷരങ്ങളും നമ്മൾ പറഞ്ഞു. മീമിന് ശേഷം ബ വന്നതിന് ഉദാഹരണമാണ് വമാ ബഅ്ദുഹും ബിതാബിഅ وما بعضهم بتابع قبلة بعض. بعضهم بتابع بعضهم بتابع എന്നല്ല, ഒഴിവാക്കുകയും ചെയ്യുന്നില്ല. بعضهم بتابع وما بعضهم بتابع قبلة بعض. وَلَئِنِ اتَّبَعْتَ أَهْوَاءَهُمْ مِنْ بَعْدِ مَا جَاءَكَ مِنَ الْعِلْمِ إِنَّكَ إِذًا لَمِنَ الظَّالِمِينَ. ما جاءك من العلم إنك إذا لمن الظالمين. ആയത്ത് വലഇൻ അതൈതല്ലദീന ഊതുൽ കിതാബ ബികുല്ലി ആയത്തിൻ മാ തബിഉ ഖിബ്ലതക വമാ അൻത ബിതാബിഇൻ ഖിബ്ലതഹും വമാ ബഅ്ദുഹും ബിതാബിഇൻ ഖിബ്ലത ബഅ്ദ് വലഇൻ ഇത്തബഅത അഹ്വാഅഹും മിൻ ബഅദി. ഇവിടെയും പ്രത്യേകം ശ്രദ്ധിക്കണം. മിൻ ബഅദി സുക്കൂനുള്ള നൂനിന്റെ ശേഷം ബ വന്നു. നൂനിന്റെ നിയമങ്ങൾ പറഞ്ഞു. സുക്കൂനുള്ള നൂനിന്റെ ശേഷം ബ വന്നാൽ നൂനിനെ മാറ്റിയിട്ട് ഇഖ്ലാബ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ നൂനിനെ മാറ്റിയിട്ട് മീമാക്കി കൊടുക്കണം. മിൻ എന്നുള്ളത് മിം. ഇപ്പൊ നൂന് മാറിക്കഴിഞ്ഞാൽ ഈ മാറ്റുന്നതിനാണ് ഇഖ്ലാബ് എന്ന് പറയാം. അതാണ് കഴിഞ്ഞു. മാറ്റുന്നതിന് ഇഖ്ലാബ് എന്ന് പറയാം. മിൻ ബഅദി എന്നുള്ളടത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. സുക്കൂനുള്ള നൂനിന്റെ ശേഷം ബ ആണ് വന്നത്. അപ്പൊ നൂനിനെ മാറ്റി മീമാക്കി കൊടുക്കുക. ഈ പ്രോസസ്സിനാണ്, ഈ പ്രവർത്തനത്തിനാണ് എന്ത് പറയാ, ഇഖ്ലാബ് എന്ന് പറയാം. അതവിടെ കഴിഞ്ഞു. ഇനി ഓതുമ്പോ എന്താണുള്ളത്? മിം സുക്കൂനുള്ള മീമാണ് ഇപ്പൊ അവിടെ ഉള്ളത്. മീമിന്റെ ശേഷം ബ വന്നാൽ എന്താ നിയമം? ആ നിയമമാണ് ഇനി ഓത്തിൽ കൊണ്ടുവരേണ്ടത്. അത് മീമ് നൂനിനെ മാറ്റി മീമായി കൊടുത്തു. അതിന്റെ പേര് ഇഖ്ലാബ് എന്ന് പറഞ്ഞു. ഇനി അവിടെ എന്താ ഉണ്ടാകുക? മീം. ഇപ്പൊ മീം സുക്കൂണുള്ള മീമാണ് വന്നത്. നൂനിനെ മാറ്റി മീമായി കൊടുത്തു. അപ്പൊ മീമായി മാറി. സുക്കൂണുള്ള മീമിന്റെ നിയമം നമ്മൾ പഠിച്ചു. മീമിന്റെ ശേഷം ബ ആണ് വന്നതെങ്കിൽ അവിടെ ഇഖ്ഫാ ചെയ്യണം. അപ്പൊ ഇവിടെ മീമിന്റെ ശേഷം ബ ആണ്. അപ്പൊ ഇനി എന്താ നിയമം? ഇവിടെ ഇഖ്ഫ ആണ് ചെയ്യേണ്ടത്. മീമിന്റെ നിയമമാണ് അല്ലേ? ഇഖ്ലാബ് കഴിഞ്ഞു. ഇനി മീമായി മാറി. മീമായപ്പോ ഇനി അതിന്റെ പ്രവർത്തനം നോക്കണ്ടേ. മനസ്സിലായില്ലേ? മിൻ ബഅദി മാ ജാഅക മിനൽ ഇൽമി ഇന്നക ഇദൻ ലമിനൽ ളാലിമീൻ. ഇന്നക ഇദൻ ലമിനൽ ളാലിമീൻ. الذين آتيناهم الكتاب يعرفونه كما يعرفون أبناءهم وإن فريقا منهم ليكتمون الحق وهم يعلمون. എല്ലാ നിയമം കൂടി പറയുന്നില്ല. നമ്മൾ നോക്കുക ഒന്നുകൂടി. 146-ാമത്തെ ആയത്ത്.
الذين آتيناهم الكتاب يعرفونه كما يعرفون أبناءهم وإن فريقا منهم ليكتمون الحق وهم يعلمون. 147 അൽ ഹഖ്. ഇവിടെ വസ്ലിൻ ഹംസയാണ് തുടക്കത്തിലുള്ളത്. വസ്ലിൻ ഹംസ ആകുമ്പോൾ തുടക്കത്തിൽ അലിഫും ലാമും ആണെങ്കിൽ അൽ എന്നാണ് വായിക്കേണ്ടത്. അൽ ഹഖ് മിർ റബ്ബിക ഫലാ തകൂനന്ന മിനൽ മുംതരീൻ. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. 147 വരെയാണ് നമ്മൾ ഓതിയിട്ടുള്ളത്. അല്ലാഹു തആല പരിപൂർണമായിട്ടും ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ പള്ളിയിലാണുള്ളത്. പള്ളിയിൽ ചെറിയ വർക്കൊക്കെ നടക്കുന്നുണ്ട്. ഇടയിൽ ചെറിയ ശബ്ദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. എല്ലാവരും ക്ഷമിക്കണം. ഇന്നലെ രാത്രി ക്ലാസ് എടുക്കണം എന്നുള്ള കരുതിയതായിരുന്നു, അതിന് സമയം കിട്ടിയില്ല. അപ്പോൾ എല്ലാവരും ആ ഒരു വിഷയം ഒന്ന് ക്ഷമിക്കാൻ മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ കഴിവിൻ്റെ പരമാവധി ശബ്ദങ്ങൾ മാറ്റാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഞാൻ കഴിവിൻ്റെ പരമാവധി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അങ്ങനെയുള്ള ശബ്ദങ്ങൾ വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല വിശുദ്ധ ഖുർആൻ മനോഹരമായിട്ട് പാരായണം ചെയ്യാനുള്ള തൗഫീഖ് നൽകട്ടെ. അപ്പോൾ നമ്മൾ ഖത്മുൽ ഖുർആൻ്റെ ക്ലാസ്സാണ്. ഖുർആൻ പ്രത്യേകിച്ച് നമുക്ക് പൂർണ്ണമായിട്ടും മുഴുവനായിട്ടും നമുക്ക് ഇത് പാരായണം ചെയ്യണം. നമ്മുടെ കൂടെ കഴിവിൻ്റെ പരമാവധി എന്നെക്കൊണ്ടാവുന്ന രൂപത്തിലുള്ള ഒരു ചെറിയ ക്ലാസ്സാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് തുടക്കം മുതൽ ഉള്ള ആളുകളുണ്ട്, അതുപോലെ തന്നെ ഇടയിൽ വെച്ച് കയറിയ ആളുകളുണ്ട്. അവരൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ഇപ്പോൾ ഇതുവരെ ക്ലാസ് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതൊന്നും കുഴപ്പമൊന്നുമില്ല. എങ്കിലും അതിന് മുമ്പുള്ള ക്ലാസ്സുകൾ എന്ത് ചെയ്യുക, ഒന്ന് കേൾക്കാൻ വേണ്ടി ഇടയിൽ വെച്ചുകൊണ്ട് എന്ത് ചെയ്യുക, ഒന്ന് കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരു പണിയില്ല. നമ്മുടെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ഒക്കെ താഴെ നമ്മുടെ ചാനലിൻ്റെ പേരുണ്ടാവും, മദ്രസ ഖുർആൻ പഠന സഹായി എന്ന്. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്താൽ മേലെ തന്നെ വരും. തുടക്കത്തിൽ ഇടത് ഭാഗത്തായിട്ട് ഹോം, അതുപോലെ തന്നെ വീഡിയോ. ആ വീഡിയോ എന്നുള്ളിടത്ത് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. നമ്മുടെ ഇതുവരെ നമ്മൾ കഴിഞ്ഞ പ്രത്യേകിച്ച് ഈ അവസാനങ്ങളിലായിട്ടുള്ള വീഡിയോകൾ ഇഷ്ടംപോലെ അവിടെ ഉണ്ടാവും. അപ്പോൾ തുടക്കം മുതൽ 1, 2, 3, 4 ഇതിന് മുമ്പ് ഒരുപാട് വീഡിയോകളുണ്ട്. അത് പിന്നീട് നിങ്ങൾ കണ്ടാൽ മതി ഇൻഷാ അല്ലാഹ്. ഇപ്പോൾ നമ്മൾ ഖത്മുൽ ഖുർആൻ്റെ ക്ലാസ് എന്ത് ചെയ്യുക, 1 മുതൽ ഇപ്പോൾ ഇത് 10ാമത്തെ ക്ലാസ്സാണ്. 9 വരെയുള്ള ക്ലാസ്സുകൾ അവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. കാണുന്ന ആളുകൾക്ക് എന്ത് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന ആളുകൾക്കാർക്ക് എന്ത് ചെയ്യുക, മറ്റുള്ള കൂട്ടുകാർക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം മുമ്പുള്ള ആളുകളൊക്കെ ചിലപ്പോൾ അയച്ചു കൊടുത്തിട്ടുണ്ടാവും. പുതുതായിട്ട് നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആളുകൾ ഉപകരിക്കുമെങ്കിൽ, അല്ലെങ്കിൽ അയച്ചു കൊടുക്കണ്ട, ആർക്കെങ്കിലും അയച്ചു കൊടുക്കണ്ട. താല്പര്യമുള്ള ആളുകളൊക്കെ ഉണ്ടാവും ഖുർആനുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ കൂടുതൽ ദീനുമായിട്ട് ബന്ധപ്പെട്ട ആളുകളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക. ആർക്കെങ്കിലും ഒക്കെ ഉപകാരമാകുകയാണെങ്കിൽ അതിൻ്റെ ഒക്കെ ഫലം നിങ്ങൾക്കും എനിക്കും കിട്ടുമല്ലോ. അല്ലാഹു തആല എനിക്ക് മാത്രമല്ല, എന്നെ ഞാനാക്കിയ ഒരുപാട് ആളുകളുണ്ടാവുമല്ലോ, ഉസ്താദുമാർ, മാതാപിതാക്കൾ, മറ്റുള്ള ആളുകളൊക്കെ ഉണ്ടാവും. അവർക്കൊക്കെ ഇതിൻ്റെ പ്രതിഫലം കിട്ടുകയാണ്. നിങ്ങൾ ഓതുകയാണ്. അപ്പം നിങ്ങൾ ഓതിയതിൻ്റെ പ്രതിഫലമൊക്കെ എന്ത് ചെയ്യാണ്, എൻ്റെ ഉസ്താദുമാർക്കും അതുപോലെ തന്നെ നിങ്ങളെയും പഠിപ്പിച്ച ഒരുപാട് ഉസ്താദുമാരുണ്ടാവും, മാതാപിതാക്കൾക്ക്, വേണ്ടപ്പെട്ട ആൾക്കാർക്ക്, അവർക്കൊക്കെ അതിൻ്റെ പ്രതിഫലം കിട്ടുകയാണ്. നമ്മളെന്ത് ചെയ്യുക, ആ ഒരു നല്ല നിയത്ത് വെക്കുക. ഓതി കഴിഞ്ഞതിന് ശേഷം അവർക്കൊക്കെ വേണ്ടി എന്ത് ചെയ്യുക, ഒന്ന് ഹദിയ ചെയ്യുക. കൊടുക്കുന്നവനൊക്കെ അള്ളാഹു ആണല്ലോ. എല്ലാം അള്ളാഹു തആല കൊടുക്കട്ടെ. ഇതിനൊക്കെ മിസ്ലു സവാബിന് അള്ളാഹു തആല നമുക്കൊക്കെ, നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കൊക്കെ അള്ളാഹു തആല എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. നമ്മിൽ നിന്നൊക്കെ പരിപൂർണമായിട്ടും കബൂൽ ചെയ്ത് നമുക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനെ റബ്ബേ, ഞങ്ങളിൽ നിന്ന് നീ പരിപൂർണമായിട്ടും നീ സ്വീകരിക്കണം. റഹ്മാനെ, സ്ഥിരമായിട്ട് തുടക്കം മുതലുള്ള ഒരുപാട് പ്രേക്ഷകരുണ്ട്, ഒരുപാട് പ്രയാസങ്ങൾ പറഞ്ഞവരുണ്ട്. എല്ലാവരെയും നീ സ്വീകരിക്കണം റഹ്മാനെ. എല്ലാവരുടെയും പ്രയാസങ്ങളിൽ നീ നീക്കി സന്തോഷം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ഞങ്ങൾ കുടുംബത്തിൽ, കുടുംബ ജീവിതത്തിൽ, മക്കളിൽ, അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും നീ ഖൈറും ബറക്കത്തും റാഹത്തും സന്തോഷം നൽകണം റഹ്മാനെ. മഹബത്തിനെ ഏറ്റി നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. റഹ്മാനെ റബ്ബേ, പൂർണ്ണ ഈമാനിലായിക്കൊണ്ട്, ഹിദായത്തിലായിക്കൊണ്ട്, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിലായിക്കൊണ്ട് അടിയുറച്ചുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. മരണം ഖൈറാകുന്ന സമയത്ത് പരിപൂർണ്ണ ഈമാനോടുകൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് എല്ലാ ബാധ്യതകളും തീർത്തുകൊണ്ട് റാഹത്തോടുകൂടെ, സന്തോഷത്തോടുകൂടെ, പുഞ്ചിരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൂമുഖം ദർശിച്ചുകൊണ്ട് മരണപ്പെടാനുള്ള തൗഫീഖ് നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. നിന്റെ മഹാരഥന്മാരായ നിന്റെ ഇഷ്ടദാസന്മാർ, മരണപ്പെട്ടു പോയി സ്വാലിഹീങ്ങളായ ആളുകളൊക്കെ മൗത്തായി
മൗത്തായി പോയിട്ടുണ്ട്, വഫാത്തായി പോയിട്ടുണ്ട്. അവരെ പോലെ ഞങ്ങൾക്കാകാൻ കഴിയില്ലെങ്കിലും അവരെ പോലെ എങ്കിലും അവരുടെ ആ ഒരു ബറക്കത്ത് കൊണ്ട് അതുപോലെ മരണപ്പെടാൻ ഞങ്ങൾക്കും നീ തൗഫീഖ് നൽകണ റഹ്മാനെ, നീ തൗഫീഖ് നൽകണ റഹ്മാനെ. വിശുദ്ധ ഖുർആൻ ഓതിയാലും അത് കേട്ടാലും പാരായണം ചെയ്യാനും അതുപോലെ തന്നെ ഒക്കെ എല്ലാത്തിനും വലിയ പ്രതിഫലങ്ങളാണ്, ധാരാളം ഹസനാത്തുകളാണ്. നീ വർദ്ധിപ്പിച്ച് നൽകണേ അല്ലാഹ്, നീ വർദ്ധിപ്പിച്ച് നൽകണ റഹ്മാനെ, നീ വർദ്ധിപ്പിച്ച് നൽകണ റഹ്മാനെ. പ്രത്യേകിച്ച് കുടുംബത്തിലും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാവരിലും ഒക്കെ സ്നേഹവും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാകാൻ വേണ്ടിയൊക്കെ ഒരു സഹോദരി പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും നീ എല്ലാവരുടെ ഉദ്ദേശങ്ങൾ നീ പൂർത്തീകരിച്ച് നൽകണ റഹ്മാനെ, നീ പൂർത്തീകരിച്ച് നൽകണ റഹ്മാനെ, നീ പൂർത്തീകരിച്ച് നൽകണ റഹ്മാനെ. ഞങ്ങളെല്ലാ കാര്യവും നീ ഏറ്റെടുത്ത് നീ സലാമത്തിലാക്കണം റഹ്മാനെ, നീ സലാമത്തിലാക്കണം റഹ്മാനെ. അതുപോലെ തന്നെ ഹജ്ജിനും ഉംറയ്ക്കൊക്കെ പോകാൻ ഉദ്ദേശിച്ചവരുണ്ട്, എല്ലാം ഒക്കെ റെഡിയാക്കി വെച്ചവരൊക്കെ ഉണ്ട്. എല്ലാവർക്കും നീ തൗഫീഖ് നൽകണ റഹ്മാനെ, ഞങ്ങൾക്കും നീ തൗഫീഖ് നൽകണ റഹ്മാനെ, ഞങ്ങൾക്കും നീ തൗഫീഖ് നൽകണ റഹ്മാനെ. എല്ലാ നിലക്കും നീ സന്തോഷം പ്രദാനം ചെയ്യണ റഹ്മാനെ, നീ സന്തോഷം നൽകണ റഹ്മാനെ. വീടില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, പറഞ്ഞവരുണ്ട്, ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വാടക വീട്ടിലാണെന്നൊക്കെ പറഞ്ഞു. അല്ലാഹു തആല അവർക്കൊക്കെ നല്ല റാഹത്തുള്ള ഖൈറായ ഒരു വീട് നൽകി അനുഗ്രഹിക്കണം റഹ്മാൻ. അതുപോലെ തന്നെ മക്കൾ വിവാഹപ്രായം എത്തിയവരൊക്കെ ഉണ്ട്, അനുയോജ്യരായ ഇണകളെ നൽകണം റഹ്മാനെ. സാമ്പത്തികമായിട്ട് പ്രയാസമുള്ളവരുണ്ട്, രോഗമുള്ളവരുണ്ട്, ശാരീരികമായിട്ട് പ്രയാസമുള്ളവർ, അതുപോലെ തന്നെ ഒരുപാട് പ്രായമുള്ളവരാണ് നമ്മുടെയൊക്കെ ഈ വാട്സപ്പ് ഗ്രൂപ്പിലും അതുപോലെ തന്നെ പിന്നെ ക്ലാസ്സുകളിലൊക്കെ ഉള്ളത്. അധികവും പ്രായമുള്ളവരൊക്കെ ഉണ്ട്, 10, 25, 80 ഒക്കെ വയസ്സുള്ള ആളുകളൊക്കെ ഉണ്ട് ക്ലാസ് കേൾക്കാൻ വേണ്ടി, അതുപോലെ തന്നെ അതുപോലെ പാരായണം ചെയ്യാൻ വേണ്ടിയൊക്കെയാണ് അവരൊക്കെ നമ്മുടെ കൂടെ കൂടിയിട്ടുള്ളത്. റഹ്മാനെ റബ്ബി നീ സ്വീകരിക്കണം റഹ്മാൻ. എൻ്റെ ഭാഗത്ത് വല്ല പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നീ പരിഹരിച്ചുകൊണ്ട് വരുന്ന ക്ലാസ്സുകളിലൊക്കെ ഒക്കെ റാഹത്തോടു കൂടെ സന്തോഷത്തോടെ ക്ലാസ് എടുക്കാനും നീ അതൊക്കെ പൊരുത്തപ്പെട്ട് തരാനും നീ പൊരുത്തപ്പെട്ട് നൽകണേ റഹ്മാനെ. നീ റാഹത്തോടു കൂടെ സന്തോഷത്തോടു കൂടെ കഴിവിൻ്റെ പരമാവധി വളരെയധികം സൂക്ഷിച്ചുകൊണ്ട് ക്ലാസ് എടുക്കാനും അത് കേൾക്കാനും അത് പാരായണം ചെയ്യാനും നീ തൗഫീഖ് നൽകണ റഹ്മാൻ. അതുപോലെ നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ നീ തൗഫീഖ് നൽകണ റഹ്മാൻ. ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും ഞങ്ങളെ ഭാര്യ ഭർത്താക്കന്മാർ എല്ലാവരും സഹോദരി സഹോദരൻ മാതാപിതാക്കൾ എല്ലാവരും നിന്റെ സ്വാലിഹീങ്ങളിൽ യഥാർത്ഥ ഇബാദകളിൽ നീ ഉൾപ്പെടുത്തണ റഹ്മാനെ, യഥാർത്ഥ ഇബാദകളിൽ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണ റഹ്മാനെ. ഞങ്ങളെ ആഖിബത്തിനെ നന്നാക്കി തരണേ അല്ലാഹ്. റബ്ബന അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈകൽ മസീർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അല്ലാഹുമ്മ അർഹംനാ വറഹം വാലിദീനാ വറഹമിൽ മുസ്ലിമീൻ. ഒരു സഹോദരി പ്രത്യേകമായിട്ട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. 1-2 സഹോദരിമാർ പ്രത്യേകം എന്തോ ഒരു ആവശ്യം ഓർമ്മയില്ല, ഏതായാലും വേണ്ടില്ല. അവിടെയൊക്കെ എല്ലാവിധ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ച് നൽകട്ടെ. അതുപോലെ തന്നെ സഹോദരന്മാർ ഒരുപാട് വിദേശത്തുള്ള ആളുകളൊക്കെ അതുപോലെ തന്നെ ലക്ഷദ്വീപിലുള്ള ആളുകളൊക്കെ ഒരുപാട് ആളുകൾ പ്രയാസം ഓതാനുള്ള പ്രയാസമൊക്കെ പറഞ്ഞവരൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടും ജോലിയിലൊക്കെ കച്ചവടത്തിലൊക്കെ പ്രയാസം ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ അറിയിച്ചവരൊക്കെ ഉണ്ട്. വിദേശത്തുള്ളവരും സ്വദേശത്തുള്ളവർ എവിടെയാണെങ്കിലും എല്ലാ നിലക്കും നമ്മുടെയൊക്കെ മൈശത്തിൽ ബറക്കത്തുണ്ടാകണം അല്ലാഹു തആല. ഒരാളുടെ മുമ്പിൽ കൈ നീട്ടേണ്ട ഒരു അവസ്ഥ നമുക്കാർക്കും തന്നെ വരാതിരിക്കട്ടെ റഹ്മാനെ റബ്ബേ. അതിൽ നിന്നൊക്കെ നീ സംരക്ഷണം നൽകണം റഹ്മാനെ. നീ ഞങ്ങൾക്ക് ഐശ്വര്യം നൽകണം റഹ്മാനെ. ഞങ്ങളെ കൈ മേലെയുള്ള കൈയാക്കി മാറ്റണം റഹ്മാനെ. എല്ലാവർക്കും കൊടുക്കുന്ന ആ ഒരു നല്ലൊരു മനസ്സും അതുപോലെ തന്നെ സാമ്പത്തിക ശേഷിയും അഭിവൃദ്ധിയും ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് പ്രദാനം ചെയ്യണം റഹ്മാനെ. നീ തൗഫീഖ് പ്രദാനം ചെയ്യണം റഹ്മാനെ. റബ്ബന അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈകൽ മസീർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. بسم الله الرحمن الرحيم. فإن آمنوا بمثل ما آمنتم به فقد اهتدوا وإن تولوا فإنما هم في شقاق فسيكفيكهم الله وهو السميع العليم. صبغة الله ومن أحسن من الله صبغة ونحن له عابدون. قل أتحاجوننا في الله وهو ربنا وربكم ولنا أعمالنا ولكم أعمالكم ونحن له مخلصون. أم تقولون إن إبراهيم وإسماعيل وإسحاق ويعقوب والأسباط أم تقولون إن إبراهيم وإسماعيل وإسحاق ويعقوب والأسباط كانوا هودا أو نصارى قل أأنتم أعلم أم الله ومن أظلم ممن كتم شهادة عنده
كتم شهادة عنده من الله وما الله بغافل عما تعملون تلك أمة قد خلت لها ما كسبت ولكم ما كسبتم ولا تسألون عما كانوا يعملون سيقول السفهاء من الناس ما ولاهم عن قبلتهم التي كانوا عليها قل لله المشرق والمغرب يهدي من يشاء إلى صراط مستقيم وكذلك جعلناكم أمة وسطا لتكونوا شهداء على الناس ويكون الرسول عليكم شهيدا وما جعلنا القبلة التي كنت عليها إلا لنعلم من يتبع الرسول ممن ينقلب على عقبيه وإن كانت لكبيرة إلا على الذين هدى الله وما كان الله ليضيع إيمانكم إن الله بالناس لرؤوف رحيم قد نرى تقلب وجهك في السماء فلنولينك قبلة ترضاها فول وجهك شطر المسجد الحرام وحيث ما كنتم فولوا وجوهكم شطره وإن الذين أوتوا الكتاب ليعلمون أنه الحق من ربهم وما الله بغافل عما يعملون ولئن أتيت الذين أوتوا الكتاب بكل آية ما تبعوا قبلتك وما أنت بتابع قبلتهم وما بعضهم بتابع قبلة بعض ولئن اتبعت أهواءهم من بعد ما جاءك من العلم إنك إذا لمن الظالمين الذين آتيناهم الكتاب يعرفونه كما يعرفون أبناءهم وإن فريقا منهم ليكتمون الحق وهم يعلمون الحق من ربك فلا تكونن من الممترين صدق الله العلي العظيم